അല്ലാഹു പറയുകയാ, അവരെ കുറിച്ച് അല്ലാഹു പറയുകയാ. അവരാരാണെന്നറിയോ? അവർക്കുണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണമെന്തെന്നറിയോ? അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ അല്ലാഹയാരാണെന്ന് മനസ്സിലാക്കിയവരാണ്. അവർ അല്ലാഹനെ കുറിച്ച് പഠിച്ചവരാണ്. അല്ലാഹനെ കുറിച്ച് പഠിച്ചവരാണ്. അവരല്ലാഹയാരാണെന്ന് അറിഞ്ഞവരാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അവർക്കുണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണം അല്ലാഹ് പറയുകയാ, ലാ ഖൗഫുൻ അലൈഹിം. ഈ ലോകത്ത് അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ, അല്ലാഹനെ കുറിച്ച് മനസ്സിലാക്കുന്നവർ, അല്ലാഹനെ കുറിച്ച് പഠിച്ചവർ, ആ പഠിക്കുന്നവർക്ക് അല്ലാഹ് കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ലാ ഖൗഫുൻ അലൈഹിം. അവർക്ക് അല്ലാഹുവിനെ അല്ലാതെ ഈ ലോകത്ത് വേറെ ഒരാളെയും പേടിയുണ്ടാകില്ല. അല്ലാഹനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയാൽ അല്ലാഹയാരാണെന്ന് ഞാനും നിങ്ങളും പഠിച്ച, അല്ലാഹനെ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞാ പോരാ. അല്ലാഹുവാണ് സർവ്വതും, ലാ ഇലാഹ ഇല്ലല്ലാഹ് വെറുതെ പറഞ്ഞാ പോരാ. ഈമാനുണ്ടെന്ന് പറഞ്ഞാ പോരാ. ഹൃദയത്തിനകത്തേക്ക് ഇറങ്ങണം സഹോദരാ, ഹൃദയത്തിനകത്തേക്ക് ഇറങ്ങണം പെങ്ങള്. അങ്ങനെ ഹൃദയത്തിന്റെ അകത്തേക്ക് അല്ലാഹ് ഇറങ്ങിയാ, അങ്ങനെ ഇറങ്ങിയവരാണ് ഔലിയാക്കന്മാര്. അങ്ങനെ പടച്ചവനെ മനസ്സിലാക്കിയവരാണ് ഔലിയാക്കന്മാര്. അങ്ങനെ അല്ലാഹുവിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അല്ലാഹനെ മനസ്സിലാക്കിയാൽ അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം, അല്ലാഹുവിനെ മനസ്സിലാക്കിയാൽ അല്ലാഹ് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം, ലാ ഖൗഫുൻ അലൈഹിം. ഈ ലോകത്ത് അല്ലാഹനെ അല്ലാതെ വേറെ ഒരു ശക്തിയെയും അവർക്ക് ഭയമില്ല. ഒരാൾ അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയാൽ, നമ്മളൊക്കെ പറയുന്നു ആരാധനയ്ക്കർഹൻ അല്ലാഹുവല്ലാതെ വേറെ ഒരു ഇലാഹില്ല എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. അത് നമ്മുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഇറങ്ങണം. നമ്മുടെ ഈമാൻ ഒന്ന് ഉറപ്പിക്കണം. നമ്മുടെ ഈമാൻ ഉറച്ചാൽ അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം, അല്ലാഹനെ അല്ലാതെ ഈ ലോകത്ത് വേറെ ഒന്നിനെയും ഞാനോ നിങ്ങളോ ഭയപ്പെടില്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തൽഹത്ത് ഇബ്നു ബറാ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. ആ തൽഹത്ത് ഇബ്നു ബറാഇന്റെ പ്രത്യേകത നോക്കിയാൽ, ആ സഹാബിക്ക് നബിതങ്ങളെ വല്ലാത്ത ഇഷ്ടമാ, നബിതങ്ങളോട് വല്ലാത്ത സ്നേഹമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ഈ തൽഹത്ത് ഇബ്നു ബറാ എന്ന് പറയുന്ന സഹാബിയെ വല്ലാത്ത ഇഷ്ടമാ, രണ്ടുപേർക്കും. അങ്ങനെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൽഹത്ത് ഇബ്നു ബറാ എന്ന് പറയുന്ന സ്വഹാബിയെ പള്ളിയിൽ നിസ്കരിക്കാൻ കാണാതെ വന്നപ്പോ നബി തങ്ങൾ അവിടെ നിന്ന് സ്വഹാബത്തിനോട് ചോദിച്ചു, തൽഹത്ത് ഇബ്നു ബറാഇനെ കാണുന്നില്ലല്ലോ. ആ സമയത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് പറഞ്ഞു കൊടുത്തു, നബിയെ, തൽഹത്ത് ഇബ്നു ബറാ ഒരു വലിയ രോഗം പിടിച്ചിട്ട് വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിലാണ്. ഒരു വലിയ രോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണമായി കൊടുത്തു. അതുകൊണ്ട് ആ രോഗബാധിതനായിട്ട് തന്റെ അവസാന സാഹചര്യത്തിലാണ് ആ സഹാബി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് പറഞ്ഞു കൊടുക്കുമ്പോ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന ആ തൽഹത്ത് ഇബ്നു ബറാ എന്ന് പറയുന്ന സ്വഹാബിയുടെ വീട്ടിലേക്ക് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് നബി തങ്ങൾ പോവുകയുണ്ടായി. തൽഹത്ത് ഇബ്നു ബറാഇന്റെ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് യാത്ര ചെയ്താണ് പോയത്. ആ സ്വഹാബിയുടെ രോഗം കൂടിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേകമായിട്ടുള്ള എന്തോ ഒരു രോഗം, ബോധം കെട്ട് താഴെ വീഴും. എപ്പോഴെങ്കിലുമാണ് തൽഹയ്ക്ക് ബോധം തിരിച്ചു കിട്ടുന്നത്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ തൽഹത്ത് ഇബ്നു ബറാ എന്ന് പറയുന്ന സ്വഹാബിയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെല്ലുന്ന സമയത്ത് തൽഹത്ത് ഇബ്നു ബറാഇന് വേദന സഹിക്കാൻ കഴിയാതെ രോഗം ഇങ്ങനെ കൂടികെട്ട് ബോധമില്ലാതെ കിടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൽഹത്ത് ഇബ്നു ബറാഇന്റെ വീട്ടിൽ ചെന്ന് നബി തങ്ങൾ അവിടെ ഒരുപാട് നേരം ഇരുന്നു.
ബോധം തിരിച്ചു വന്നിരുന്നെങ്കിൽ ഒന്ന് സംസാരിക്കാമല്ലോ. നബി തങ്ങൾ ഒരുപാട് നേരം അവിടെ ഇങ്ങനെ കാത്തിരുന്നു. പടച്ചവനെ, കുടുംബക്കാര് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഒരുപാട് നേരമെടുക്കും നബിയെ ബോധം തിരിച്ചു വരാൻ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടുന്ന് കുടുംബക്കാര് പറയുമ്പോ നബി തങ്ങൾ അവിടെ ഇരുന്നിട്ട് തൽഹത്ത് ഇബ്നു ബറാ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ചാരത്തിരുന്ന് നബി തങ്ങൾ അവിടുന്ന് ദുആ ചെയ്യുകയാണ്. തന്റെ ഇരുകരങ്ങൾ ഉയർത്തിയിട്ട് പടച്ചവനോട് ദുആ ചെയ്തു. അല്ലാഹുവിന്റെ പ്രവാചകന് മനസ്സിലായി മരണമടുത്തെന്ന്, സക്കറാത്തിന്റെ അവസ്ഥയാണെന്ന് നബി തങ്ങൾക്ക് മനസ്സിലായി. അല്ലാഹുവിന്റെ പ്രവാചകന് കുടുംബക്കാരോട് പറഞ്ഞു, സ്വഹാബാ, തൽഹ മരണപ്പെട്ടാൽ എന്നെ അറിയിക്കണേ സഹാബാ. എന്റെ തൽഹ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്നെ നിങ്ങൾ അറിയിക്കണമെന്ന് നബി തങ്ങൾ കുടുംബക്കാരോട് പറയുകയാണ്. അങ്ങനെ നബി തങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ വീട്ടിലേക്ക് കടന്നുപോയി. തൽഹത്ത് ഇബ്നു ബറാ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ബോധം തിരിച്ചു വന്നപ്പോ എല്ലാവരും പറഞ്ഞു, തൽഹാ, നിന്നെ കാണാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നബി നിന്നെ കാണാൻ വന്നിരുന്നു. ഒരുപാട് നേരം നിന്റെ ചാരത്തിരുന്നു, നിനക്ക് വേണ്ടി ദുആ ചെയ്തു. ആ സമയത്ത് തൽഹത്ത് ഇബ്നു ബറാ എന്ന് പറയുന്ന സ്വഹാബി ചോദിക്കുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ എന്തു പറഞ്ഞിട്ടാണ് പോയത്? നബി തങ്ങൾ വല്ലതും പറഞ്ഞോ? തൽഹാ, നീ മരണപ്പെട്ടാൽ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയണം, നബി തങ്ങളെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. നീ മരണപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ മരണവാർത്ത നബി തങ്ങളോട് പറയണമെന്ന്. നീ മരണപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയണമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടാണ് പോയത്. ആ സമയത്ത് തൽഹത്ത് ഇബ്നു ബറാ പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? തന്റെ കുടുംബക്കാരോട് പറയുന്നു, ഞാൻ പകലാണ് മരിക്കുന്നതെങ്കിൽ നിങ്ങൾ നബി തങ്ങളോട് പറയണം. ഞാൻ പകലാണ് മരിക്കുന്നതെങ്കിൽ നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനെ അറിയിക്കണം. ഞാൻ രാത്രിയിലാണ് മരിക്കുന്നതെങ്കിൽ നിങ്ങൾ നബി തങ്ങളെ അറിയിക്കരുത്. അല്ലാഹുവിന്റെ പ്രവാചകനോട് നിങ്ങൾ പറയരുത്. കുടുംബക്കാര് ചോദിക്കുന്നു, തൽഹാ, എല്ലാവരും ആഗ്രഹിക്കുമല്ലോ, നബി തങ്ങൾ വരുവാനും ദുആ ചെയ്യാനും എല്ലാവരും കൊതിക്കുമല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് നീ പറയണ്ട എന്ന് പറയുന്നതെന്ന് ചോദിക്കുമ്പോ തൽഹത്ത് ഇബ്നു ബറാ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞാൻ മരിച്ചെന്നറിഞ്ഞാ നബി തങ്ങൾ വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം നബി തങ്ങൾക്ക് എന്നെ വല്ലാത്ത ഇഷ്ടമാണ്, അതുപോലെ എനിക്കും പ്രവാചകനെ വല്ലാത്ത ഇഷ്ടമാണ്. നബി തങ്ങൾ എങ്ങാനും രാത്രിയിൽ ഞാൻ മരിച്ചു എന്നറിഞ്ഞിട്ട് എന്നെ കാണാൻ വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിന് എന്തെങ്കിലും പ്രയാസമുണ്ടായാലോ, അല്ലാഹുവിന്റെ റസൂലിന് എന്തെങ്കിലും സംഭവിച്ചു പോയാലോ ഭയന്നിട്ടാണ്, പേടിച്ചിട്ടാണ്, അല്ലാതെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല ഞാൻ കാണണ്ട എന്ന് പറയാത്തത്. എന്റെ പ്രിയപ്പെട്ടവരെ, തൽഹത്ത് ഇബ്നു ബറാ പറഞ്ഞു, നിങ്ങൾ പറയാൻ പാടില്ല. അങ്ങനെ പടച്ചവനെ, തൽഹ രാത്രിയിലാണ് മരണപ്പെടുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞില്ല. അവസാനം നബി തങ്ങൾ തൽഹയുടെ കുടുംബക്കാരെ കണ്ടപ്പോ അവിടുന്ന് ചോദിച്ചു, എന്റെ തൽഹയ്ക്ക് എങ്ങനെയുണ്ട് യാ റസൂലല്ലാഹ്? അല്ലാഹുവിന്റെ പ്രവാചകരെ, തൽഹത്ത് ഇബ്നു ബറാ മരിച്ചുപോയി നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇന്നാ ലില്ലാഹ്, എന്തേ നിങ്ങൾ എന്നോട് പറയാതിരുന്നത്? ഞാൻ നിങ്ങളോട് പറയണമെന്ന് പറഞ്ഞിരുന്നല്ലോ, എന്തുകൊണ്ടാണ് നിങ്ങൾ പറയാതിരുന്നതെന്ന് ചോദിച്ചപ്പോ കുടുംബക്കാര് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അവസാനത്തെ വസിയത്ത് ഇങ്ങനെയായിരുന്നു നബിയേ,
രാത്രിയിലാണ് മരിക്കുന്നതെങ്കിൽ അങ്ങയോട് പറയരുതെന്നായിരുന്നു. അല്ലാഹുവേ, അങ്ങക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്നുള്ള ഭയം കൊണ്ടാണ് അവിടെന്ന് പറയണ്ട എന്ന് പറഞ്ഞതെന്ന് നബി തങ്ങളോട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്ന ഖബർ എവിടെയാണ്? എന്റെ തൽഹയുടെ ഖബർ എവിടെയാണ്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൽഹത്ത് ഇബ്നു ബറാ എന്ന് പറയുന്ന സ്വഹാബിയുണ്ടല്ലോ, ആ ചെറുപ്പക്കാരന്റെ ഖബർ തേടിയിട്ട് നബി തങ്ങൾ പോവുകയാണ്. ആ ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ചാരത്ത് ചെന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ ഇരുകരങ്ങൾ ഉയർത്തിയിട്ട് പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് തന്റെ കരങ്ങൾ ഉയർത്തിയിട്ട് അതാ തൽഹയ്ക്ക് വേണ്ടി ദുആ ചെയ്യുകയാ. തൽഹത്ത് ഇബ്നു ബറാഇന് വേണ്ടി ദുആ ചെയ്യുകയാണ്. ആ ദുആ കേൾക്കുമ്പോ സഹാബത്തിന്റെ കണ്ടടങ്ങൾ നിറയുകയാണ്. നബി തങ്ങൾ അങ്ങനെ ഒരു ദുആയാണ്, നബി തങ്ങൾ അങ്ങനെ ഒരു ദുആയാണ് ചെയ്ത. ഏത് ദുആ എന്നറിയോ? ആ തൽഹത്ത് ഇബ്നു ബറാഇന് വേണ്ടി നബി തങ്ങൾ ചെയ്ത ദുആ ഏതാണ്? അല്ലാഹുമ്മ തൽഹത്ത് ഇബ്നു ബറാ وأنت يضحك إليه ويضحك إليك. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പടച്ചറപ്പിനോട് ആ തൽഹത്ത് ഇബ്നു ബറാ എന്ന് പറയുന്ന സഹാബിയുടെ ഖബറിന്റെ ചാരത്ത് നിന്നുകൊണ്ട് ദുആ ചെയ്യുകയാണ്. പടച്ചറപ്പേ, നാളെ തൽഹത്ത് ഇബ്നു ബറാ നിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ, നാളെ പരലോകത്ത് നിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ പടച്ചവനെ എന്റെ തൽഹ ചിരിക്കണമല്ലാ, എന്റെ തൽഹയുടെ മുഖത്ത് പ്രകാശമുണ്ടാകണം തമ്പുരാന്. എന്റെ തൽഹ ചിരിച്ചുകൊണ്ട് വേണം നാളെ നിന്റെ മുമ്പിലേക്ക് കടന്നു വരാ. അല്ലാഹുവേ, നീയും ചിരിക്കണേ അല്ലാ. നിങ്ങൾ രണ്ടുപേരും പരസ്പരം കണ്ടുമുട്ടുമ്പോ തൃപ്തിപ്പെട്ടവരായ രീതിയിൽ സന്തോഷത്തോടെ വേണം പടച്ചവനെ എന്റെ തൽഹയെ സ്വീകരിക്കാൻ. ആരാണ് ദുആ ചെയ്യുന്നത്? തന്നെ വല്ലാതെ സ്നേഹിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ചാരത്ത് നബി തങ്ങൾ പോയി ദുആ ചെയ്തു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, നിങ്ങൾക്ക് സമാധാനം വേണോ? സന്തോഷമുള്ള ജീവിതം വേണോ? ഈ ദുനിയാവും ആഖിറവും രക്ഷപ്പെടണോ? ഒന്നാമതായി ചെയ്യേണ്ട കാര്യം എന്തെന്നറിയോ? അല്ലാഹ് ആരാണെന്ന് പഠിക്കൂ, അല്ലാഹ് ആരാണെന്ന് പഠിക്കൂ. ഈമാൻ നിന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഇറങ്ങട്ടെ. വെറുതെ മുസ്ലിമാണെന്ന് പറഞ്ഞ് നടന്നാ പോരാ. നമ്മളെല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമല്ലോ. എന്താണ് അതിന്റെ അർത്ഥമെന്ന് നിനക്കറിയുമോ വാപ്പാ? ചെറുപ്പക്കാരാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിച്ചു കഴിഞ്ഞാൽ 70,000 പ്രാവശ്യം പറയുമല്ലോ. ഇപ്പോഴും പള്ളിയിൽ നിന്ന് നിസ്കരിച്ചിട്ട് വരികയാണ്, 10 വട്ടം പറഞ്ഞല്ലോ. എന്താണ് നിനക്കതിന്റെ അർത്ഥമെന്നറിയുവോ സഹോദരാ? വെറുതെ പറഞ്ഞാ പോരാ. കയ്യിലെ തസ്ബീഹ് ഇട്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ദിക്ർ പറഞ്ഞു നടക്കുന്ന പെങ്ങള്, അതങ്ങനെ പറഞ്ഞു തള്ളാറുള്ളതല്ല. നിനക്കതിന്റെ അർത്ഥമറിയില്ല, നിനക്കതിന്റെ വിലയറിയില്ല, നിനക്കതിന്റെ മഹത്വമറിയില്ല. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളു അബൂ ഹുറൈറ തങ്ങൾ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അബൂ ഹുറൈറ, ഏതെങ്കിലും ഒരു മനുഷ്യന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ അവന് സ്വർഗത്തിലാണ്. അബൂ ഹുറൈറ, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് സ്വർഗത്തിൽ പോകാറ്. അതിന്റെ വില നമുക്കറിയില്ലല്ലോ, അതിന്റെ മഹത്വം നമുക്കറിയില്ലല്ലോ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, നിങ്ങൾക്ക് സമാധാനം വേണോ? സന്തോഷമുള്ള ജീവിതം വേണോ? ഈ ദുനിയാവും ആഖിറവും രക്ഷപ്പെടണോ? ഒന്നാമതായി ചെയ്യേണ്ട കാര്യം എന്തെന്നറിയോ? അല്ലാഹ് ആരാണെന്ന് പഠിക്കൂ, അല്ലാഹ്
അല്ല ആരാണെന്ന് പഠിക്ക്. ഈമാൻ നിന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഇറങ്ങട്ടെ. വെറുതെ മുസ്ലിമാണെന്ന് പറഞ്ഞ് നടന്നാ പോരാ. നമ്മളെല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാ പറയുമല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാ പറയുമല്ലോ. എന്താണ് അതിന്റെ അർത്ഥമെന്ന് നിനക്കറിയുമോ വാപ്പാ? ചെറുപ്പക്കാരാ, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ മരിച്ചു കഴിഞ്ഞാൽ 70,000 പ്രാവശ്യം പറയുമല്ലോ. ഇപ്പോഴും പള്ളിയിൽ നിന്ന് നിസ്കരിച്ചിട്ട് വരികയാണ്, 10 വട്ടം പറഞ്ഞല്ലോ. എന്താണ് നിനക്കതിന്റെ അർത്ഥമെന്നറിയുവോ സഹോദരാ? വെറുതെ പറഞ്ഞാ പോരാ. കയ്യിലെ തസ്ബീഹ് ഇട്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ദിക്ർ പറഞ്ഞു നടക്കുന്ന പെങ്ങള്, അതങ്ങനെ പറഞ്ഞു തള്ളാറുള്ളതല്ല. നിനക്കതിന്റെ അർത്ഥമറിയില്ല, നിനക്കതിന്റെ വിലയറിയില്ല, നിനക്കതിന്റെ മഹത്വമറിയില്ല. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളു അബൂ ഹുറൈറ തങ്ങൾ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അബൂ ഹുറൈറ, ഏതെങ്കിലും ഒരു മനുഷ്യന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ അവന് സ്വർഗത്തിലാണ്. അബൂ ഹുറൈറ, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് സ്വർഗത്തിൽ പോകാറ്. അതിന്റെ വില നമുക്കറിയില്ലല്ലോ, അതിന്റെ മഹത്വം നമുക്കറിയില്ലല്ലോ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മീസാനിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. ലാ ഇലാഹ ഇല്ലല്ലാ, മരിച്ച വീട്ടിൽ പോയിരുന്ന ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ 70,000 ചടങ്ങ് തീർക്കണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആർക്കാടാ എണ്ണം പിടിക്കുന്നവനും പറയുന്നവനും അതിന്റെ അർത്ഥം ചിന്തിക്കാറില്ല. എന്താ ഈ ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം? എന്താ ഈ ലാ ഇലാഹ? കൈക്കകത്ത് തസ്ബീഹ് ഇട്ട് ഇങ്ങനെ അടിക്കാനുള്ളതല്ല തങ്ങളെ ഇന്നു. അതെന്താണെന്ന് ആദ്യം പഠിക്ക്. ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്തെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മീസാൻ എന്ന് പറയുന്ന ത്രാസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. നന്മ തിന്മ തൂക്കുന്ന ത്രാസ്, നമ്മുടെ നന്മയും തിന്മയും തൂക്കുന്ന ത്രാസാണ് മീസാൻ എന്ന് പറയുന്ന ത്രാസ്. നമ്മളൊക്കെ ത്രാസ് കണ്ടിട്ടുണ്ട്. റേഷൻ കടയിലെ ത്രാസല്ലേ കണ്ടിട്ടുള്ളൂ നമ്മൾ? പലചരക്ക് കടയിൽ തൂക്കണ ത്രാസല്ലേ കണ്ടിട്ടുള്ളൂ? ഇനി ഏറ്റവും വലിയ ത്രാസ് ഞങ്ങളുടെ നാട്ടിൽ ഈ സീറ്റൊക്കെ തൂക്കുന്നൊരു ത്രാസുണ്ട്. അതിനെന്താ ഇവിടെ പറയാ? ഇങ്ങനെ നീളമുള്ളൊരിതുണ്ടല്ലോ, അപ്പം അതിനെന്താ പറയാ? ഈ ചാക്ക് ഇട്ടൊക്കെ എടുത്ത് തൂക്കണ ത്രാസുണ്ട്. ഇതിനേക്കാളും വലിയ ത്രാസ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? കണ്ടിട്ടില്ലല്ലോ. ഈ മീസാൻ എന്ന് പറയുന്ന ത്രാസ് ഉണ്ടല്ലോ, ഈ നന്മയും തിന്മയും തൂക്കുന്ന ത്രാസ്, ആ ത്രാസിന്റെ വലിപ്പം മുത്തുനബി പഠിപ്പിക്കുകയാ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ മീസാൻ എന്ന് പറയുന്ന ത്രാസിൽ ഈ ആകാശവും ഈ ഭൂമിയും എടുത്തു വെച്ച് തൂക്കാൻ പറ്റുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉറക്കെ പറ. ഈ കാണുന്ന ആകാശവും ഭൂമിയും വരെ അതിനകത്ത് വെച്ച് തൂക്കാം. അപ്പൊ നീ ആ ത്രാസിന്റെ വലിപ്പം ഒന്ന് ചിന്തിച്ചേ. അതറിയണമെങ്കിൽ ഈ ദുനിയാവിന്റെ വലിപ്പം നീ പഠിക്കണമല്ലോ, ഈ ആകാശത്തിന്റെ വലിപ്പം പഠിക്കണമല്ലോ. ഇനി പഠിക്കണ്ട, ഈ കാണുന്ന ആകാശവും ഭൂമിയും വരെ ആ ത്രാസിന്റെ അകത്ത് വെച്ച് തൂക്കാൻ പറ്റുമെങ്കിൽ അതിന്റെ വലിപ്പം ഒന്ന് ചിന്തിച്ചേ. നബിതങ്ങൾ ഇത് പറഞ്ഞു കൊടുക്കുമ്പോ സഹാബത്ത് കരയാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലിരുന്ന് സഹാബത്ത് കരയുകയാ. എന്തിനാ സഹാബ കരയണേ? ഈ മീസാൻ എങ്ങനെ നിറയ്ക്കാനാ നബിയെ? ഞങ്ങളുടെയൊക്കെ ജീവിതകാലം മുഴുവനും ചെയ്ത നന്മ എടുത്തു വെച്ചാ എന്തോ ഉണ്ടാകും അതിനകത്ത്? ആ കാണുന്ന മീസാൻ എന്ന് പറയുന്ന ത്രാസിനെടുത്ത് നമ്മുടെയൊക്കെ നന്മ എടുത്തു വെച്ചാ പടച്ചവനെ ലെൻസ് വെച്ച് നോക്കണതിനകത്ത് വല്ലതും വെച്ചിട്ടുണ്ടോ എന്ന്. കാരണം അത്രയ്ക്കേ ഉള്ളൊരു കടുകുമണിയുടെ അത്ര വല്ലതും കാണുവോ? സഹാബത്തിരുന്ന് കരയുമ്പോൾ നബിതങ്ങൾ ചോദിച്ചു, ഞാൻ പറഞ്ഞു തരട്ടെ ഒരു ദിക്ർ, ഞാൻ നിങ്ങൾക്കൊരു ദിക്ർ പറഞ്ഞു തരട്ടെ, അത് മീസാൻ എന്ന ത്രാസിലേക്ക് എടുത്തു വെച്ചാൽ മീസാൻ നിറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതെടുത്ത ത്രാസിലോട്ട് വെച്ച ത്രാസ് നിറയും. അത് ഏത് ദിക്റാ? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി. ആ ദിക്റാണ് നീ ഇങ്ങനെ അടിച്ചുകൊണ്ട് നടക്കുന്നത്. ആ ദിക്റാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ്
എന്ന് പറയുന്ന ദിക്ർ മീസാനിനെ നിറയ്ക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരുമ്പോ ഞാൻ പറഞ്ഞു വന്നതല്ല, ഞാൻ പറഞ്ഞു വന്നത് എന്തെന്നറിയുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനയ്ക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റൊരു ഇലാഹില്ല. പടച്ചവരെ അല്ലാഹ് നീയാണ് ഏറ്റവും വലിയവനെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമല്ലോ. ആരാധനയ്ക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റൊരു ഇലാഹുമില്ലെന്ന് നാവ് കൊണ്ട് പറഞ്ഞാ പോരാ. നമ്മളൊക്കെ നാവ് കൊണ്ട് പറയുന്നവരാ, നമ്മൾ നാവ് കൊണ്ട് പറയുന്നവരാ. പക്ഷേ നാവ് കൊണ്ട് മാത്രം പറഞ്ഞാ പോരാ, അത് ഈ തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങണേ, ഹൃദയത്തിനകത്തേക്ക് ഇറങ്ങണേ, ഹൃദയത്തിൽ ഉറപ്പിച്ചു പറയണേ. ഹൃദയത്തിൽ ഉറപ്പിച്ചു പറയുന്നവനാ അല്ലാഹു സ്വർഗം കൊടുക്കുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവിന്റെ പ്രവാചകൻ അങ്ങനെയായിരുന്നു, അവിടുത്തെ അഹ്ലു ബൈത്തും അങ്ങനെ തന്നെയാണ് സഹോദരാ. അല്ലാഹുവിന്റെ ആരിഫീങ്ങളും അങ്ങനെ തന്നെയാണ്. നാം അവരെ സ്നേഹിക്കുമ്പോ അവര് നമ്മളെയും സ്നേഹിക്കുകയാണ്, അവര് നമ്മളെയും ഇഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള മഹാന്മാരെ നമ്മൾ ആദരിക്കുന്നതിലൂടെ, സ്നേഹിക്കുന്നതിലൂടെ 25 വർഷക്കാലമായി പടച്ചവനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, നിങ്ങൾ ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ടല്ലോ, ഓരോ വർഷവും ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നുണ്ടല്ലോ. പടച്ചവനെ കിടക്കുന്നത് കിലോമീറ്ററുകൾക്കപ്പുറമാണെങ്കിലും അങ്ങ് കണ്ണൂർ ജില്ലയിലാണ് കിടക്കുന്നതെങ്കിലും അൽഹംദുലില്ലാഹ് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് സഹോദരാ. അതുകൊണ്ട് പടച്ചവനെ ഇങ്ങനെയുള്ള ആണ്ടുകൾ നമ്മൾ നടത്തുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെറുതെ ഒരുമിച്ച് കൂടിയിട്ട് ദുആ ചെയ്ത് പിരിയലല്ല സഹോദരാ. ആരാണ് അല്ലാഹുവിന്റെ ആരിഫീങ്ങളെന്ന് പഠിക്കണേ. ആരാണ് ഔലിയാക്കന്മാരാരെന്നറിയുവോ? അവരെ കുറിച്ച് അല്ലാഹ് പറഞ്ഞത് എന്താണെന്നറിയോ? അവരെ കുറിച്ച് പഠിക്കണം സഹോദരാ. അവരെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ, അവരെ മനസ്സിലാക്കേണ്ടതുപോലെ ഞാനും നിങ്ങളും മനസ്സിലാക്കിയാൽ അവരാരാണെന്ന് നമുക്ക് തിരിയുകയാണ്. അല്ലാഹുവിന്റെ ആരിഫീങ്ങളെ കുറിച്ച് ഏത് മഖാമിൽ പോകുമ്പോഴും എഴുതി വെച്ചിരിക്കുന്ന ഒരായത്ത് കാണാം. അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇവിടെ പോകുമ്പോൾ എഴുതി വെച്ചിരിക്കുന്ന ഒരായത്താ. ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോ നമ്മൾ പഠിക്കേണ്ടത് അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ ആരാണെന്ന് പഠിക്കണം. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ ആരാണെന്ന് പഠിക്കണം. ആരാ ഔലിയാക്കന്മാരാരാ? അവരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അവരെ കുറിച്ച് അല്ലാഹു പറയുന്നത് അവർക്ക് 2 ഗുണമുണ്ടെന്നാ ഖുർആൻ പറയാ. അല്ലാഹുവിന്റെ ആരിഫീങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവർക്കുണ്ടായിരുന്ന 2 ഗുണങ്ങളെ കുറിച്ച് അല്ലാഹു പറയുകയാ. ആ ഗുണങ്ങളാണ് നമുക്കും ഉണ്ടാകേണ്ടത്. ആ പറയുന്ന 2 ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. ഒന്നാമതായിട്ട് അല്ലാഹു പറഞ്ഞത് എന്തെന്നറിയോ? അലാ ഇന്ന ഔലിയാ അല്ലാഹ്. അവരെ കുറിച്ച് അല്ലാഹു പറയുകയാ, അവരെ കുറിച്ച് അല്ലാഹു പറയുകയാ. അവരാരാണെന്നറിയോ? അവർക്കുണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണമെന്തെന്നറിയോ? അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ അല്ലാഹ് ആരാണെന്ന് മനസ്സിലാക്കിയവരാണ്. അവർ അല്ലാഹനെ കുറിച്ച് പഠിച്ചവരാണ്, അല്ലാഹനെ കുറിച്ച് പഠിച്ചവരാണ്. അവരല്ലാഹ് ആരാണെന്ന് അറിഞ്ഞവരാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അവർക്കുണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണം അല്ലാഹ് പറയുകയാ, ലാ ഖൗഫുൻ അലൈഹിം. ഈ ലോകത്ത് അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ, അല്ലാഹനെ കുറിച്ച് മനസ്സിലാക്കുന്നവർ, അല്ലാഹനെ കുറിച്ച് പഠിച്ചവർ, ആ പഠിക്കുന്നവർക്ക് അല്ലാഹ് കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ലാ ഖൗഫുൻ അലൈഹിം. അവർക്ക് അല്ലാഹുവിനെ അല്ലാതെ ഈ ലോകത്ത് വേറെ ഒരാളെയും പേടിയുണ്ടാകില്ല. അല്ലാഹനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയാൽ അല്ലാഹ് ആരാണെന്ന് ഞാനും നിങ്ങളും പഠിച്ച, അല്ലാഹനെ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞാ പോരാ. അല്ലാഹുവാണ് സർവ്വതും. ലാ ഇലാഹ ഇല്ലല്ലാഹ്.
വെറുതെ പറഞ്ഞാ പോരാ, ഈമാനുണ്ടെന്ന് പറഞ്ഞാ പോരാ, ഹൃദയത്തിനകത്തേക്ക് ഇറങ്ങണം സഹോദരാ, ഹൃദയത്തിനകത്തേക്ക് ഇറങ്ങണം പെങ്ങള്. അങ്ങനെ ഹൃദയത്തിന്റെ അകത്തേക്ക് അല്ല ഇറങ്ങിയ, അങ്ങനെ ഇറങ്ങിയവരാണ് ഔലിയാക്കന്മാര്. അങ്ങനെ പടച്ചവനെ മനസ്സിലാക്കിയവരാണ് ഔലിയാക്കന്മാര്. അങ്ങനെ അല്ലാഹുവിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അല്ലാഹുവിനെ മനസ്സിലാക്കിയാൽ അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം, അല്ലാഹുവിനെ മനസ്സിലാക്കിയാൽ അല്ല തരുന്ന ഒന്നാമത്തെ പ്രതിഫലം, ലാ ഖൗഫുൻ അലൈഹിം, ഈ ലോകത്ത് അല്ലാഹനെ അല്ലാതെ വേറെ ഒരു ശക്തിയെയും അവർക്ക് ഭയമില്ല. ഒരാള് അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയാൽ, നമ്മളൊക്കെ പറയുന്നു ആരാധനയ്ക്കർഹൻ അല്ലാഹുവല്ലാതെ വേറെ ഒരു ഇലാഹില്ല എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അത് നമ്മുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഇറങ്ങണം. നമ്മുടെ ഈമാൻ ഒന്ന് ഉറപ്പിക്കണം. നമ്മുടെ ഈമാൻ ഉറച്ചാൽ അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം, അല്ലാഹനെ അല്ലാതെ ഈ ലോകത്ത് വേറെ ഒന്നിനെയും ഞാനോ നിങ്ങളോ ഭയപ്പെടില്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പെട അല്ലാഹ് നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇടോ, അല്ലാഹനെ അല്ലാതെ ഈ ലോകത്ത് ഒരു മഖ്ലൂക്കിനെയും, ഈ ലോകത്ത് ഒന്നിനെയും ഒരാൾക്ക് ഭയമുണ്ടാകില്ല. അല്ലാഹനെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയാൽ, അങ്ങനെ മനസ്സിലാക്കിയവരാണ് ആരിഫീങ്ങൾ. അതാ അല്ലാഹ് അവരെ കുറിച്ച് പറഞ്ഞത്. അവരെ കുറിച്ച് പറയുമ്പോൾ അല്ലാഹു പറഞ്ഞ ഒന്നാമത്തെ കാര്യം, അവർക്ക് പേടിയില്ല സഹോദര. നമുക്ക് പേടിയില്ല. അവർ അല്ലാഹനെ മാത്രമേ ഭയപ്പെടൂ. കാരണം അവർ അല്ലാഹുവിനെ മാത്രമേ ഭയപ്പെടൂ. കാരണം അവർക്ക് അവരുടെ റബ്ബാണ് പടച്ച റബ്ബെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നമുക്കതില്ലാതെ പോയി. നമുക്കാരെയാ പേടി? നമുക്കാരെയാ പേടി? എടോ, ഒരാളുടെ ഹൃദയത്തിന്റെ അകത്ത് ഈമാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മുസ്ലിമാണെന്ന് പറഞ്ഞ് നടന്നാ പോരാ. ഒരാളുടെ ഹൃദയത്തിന്റെ അകത്ത് ഈമാൻ ഇറങ്ങിയാൽ ഉണ്ടാകുന്ന നേട്ടം, അവന്റെ ഹൃദയത്തിൽ നിന്ന് ഭയം നഷ്ടപ്പെടും. അവന്റെ ഹൃദയത്തിന്റെ അകത്ത് നിന്ന് പേടി നഷ്ടപ്പെടും. അതിന് എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതകാലം മുഴുവനും മുസ്ലിമായി ജീവിക്കണമെന്നില്ല. പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരാളുടെ ഹൃദയത്തിന്റെ അകത്ത് ഈമാൻ കേറിയാൽ, അല്ല കേറിയാൽ, അവന് ധൈര്യമുണ്ടാകുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ്, എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബിയുടെ ചരിത്രം പഠിച്ചവരാ നമ്മൾ. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് ഫിർഔൻ. ആ ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന വന്നു മൂസാ നബി അലൈഹിസ്സലാമിനോട് ചെന്നിട്ട് ദഅവത്ത് നടത്താൻ. മൂസാ നബി അലൈഹിസ്സലാം ദഅവത്തിന് പോയി. മൂസാ നബി അലൈഹിസ്സലാം ദഅവത്തിന് പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, മൂസാ നബി ചെന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പലതും പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അല്ലാഹനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. എവിടെ ചെന്നിട്ട്? ഫിർഔനിന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട്. എന്നിട്ട് മൂസാ നബി തന്റെ കയ്യിലിരിക്കുന്ന വടി താഴെയിട്ട് കാണിച്ചു കൊടുത്തു, പാമ്പായി കാണിച്ചു കൊടുത്തു, പലതും കാണിച്ചു കൊടുത്തു. അപ്പൊ ഫിർഔൻ പറഞ്ഞ മറുപടി, മൂസാ, ഈ മാജിക്കും മായാചാരമൊക്കെ നിന്റെ കയ്യിലിരിക്കട്ടെ, എന്റെ അടുക്കലും ഉണ്ടടാ നിന്നെക്കാലം നല്ലവര്, നിന്നെക്കാലം നല്ലതുപോലെ ചെയ്യാൻ അറിയുന്നവർ എന്റെ കൂടെയുണ്ട്. കാണണോ? ഒരു മത്സരം നടത്താൻ നമുക്ക്. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ പേടിച്ചു പോകരുത്. വാ, നിന്റെ ആൾക്കാരെയും കൂട്ടി, എന്റെ ആൾക്കാരെയും കൂട്ടി നമുക്ക് ഒരുമിച്ചൊരു മത്സരം നടത്താം. അങ്ങനെ ഒരു സ്ഥലം തീരുമാനിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, ഫിർഔനും തന്റെ അനുയായികളും കടന്നു വന്നു. മൂസാ നബി അലൈഹിസ്സലാം കടന്നു ചെന്നു. ഫിർഔനിന്റെ കൂടെയുള്ളവർ മുഴുവനും തന്റെ കയ്യിലിരിക്കുന്ന വള്ളികളും കമ്പുകളും താഴെയിട്ട് വലിയ പാമ്പുകളാക്കി കാണിച്ചു കൊടുത്തു. മൂസാ നബി അലൈഹിസ്സലാം തന്റെ കയ്യിലിരുന്ന വടി താഴെയിടുകയും അത് വലിയ പാമ്പാവുകയും അത് മറ്റുള്ള പാമ്പുകളെ മുഴുവനും വിഴുങ്ങിക്കളയുകയും ചെയ്ത ചരിത്രം നമ്മൾ പഠിച്ചവരാ. ഇത് കണ്ടപ്പോ ഫിർഔനിന്റെ കൂടെ നിന്ന ആൾക്കാരിൽ ചിലര് പറഞ്ഞു, റബ്ബി മൂസാ വ ഹാറൂൻ. ഇവിടെന്ന് പറഞ്ഞു, മൂസ പറയുന്നത് ശരിയാ, ഞങ്ങൾ മൂസയുടെ റബ്ബിനെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഫിർഔനിന്റെ കൂടെ നിന്നവരാ പറഞ്ഞത്. ഫിർഔനിന്റെ കൂടെ നിന്നവര് പറയാ, മൂസ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ മൂസ പ്രവാചകനാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു, മൂസയുടെ റബ്ബിനെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് പറയേണ്ട താമസം. ഫിർഔൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? മൂസാ നബിയുടെ കൂടെ മുസ്ലിമായിട്ട് കുറച്ച് സമയമേ ആയുള്ളൂ, മുസ്ലിമായിട്ട് കുറച്ച് നേരമേ ആയുള്ളൂ. അവരോട്, മൂസാ നബിയുടെ കൂടെ കൂടിയവരോട് ഫിർഔൻ പറഞ്ഞ ഒരു മറുപടി,
നിങ്ങളെ എല്ലാവരെയും ഞാൻ കൈകാലുകൾ മുറിച്ചു മാറ്റും, നിങ്ങളെ എല്ലാവരെയും ഞാൻ കൊന്നുകളയും. ആരാ പറയുന്നത്? ഫിർഔനാണ്. ആരാ പറയുന്നത്? സാക്ഷാൽ ഫിർഔനാണ് പറയുന്നത്. മൂസാ നബിയുടെ കൂടെ കൂടിയ തന്റെ അനുയായികളെ കുറിച്ചു. നിങ്ങളെ എല്ലാവരെയും ഞാൻ കൈകാലുകൾ മുറിച്ചു മാറ്റും, നിങ്ങളെ കൊന്നുകളയുമെന്ന് പറയുമ്പോ അവര് പറഞ്ഞ മറുപടി അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ. നമ്മളെ പോലെ 40 കൊല്ലമൊന്നും അവര് മുസ്ലിമായി ജീവിച്ചില്ല. മുസ്ലിമായി 8 മിനിറ്റുകളേ ആയുള്ളൂ. അവർ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചിട്ട് മിനിറ്റുകളേ ആയുള്ളൂ. ആ കുറഞ്ഞ സമയം മാത്രം പ്രായമുള്ള മുസ്ലിമീങ്ങളെ പറഞ്ഞു മൂസാ നബിയുടെ കൂടെ കൂടിയവർ അവര് ഫിർഔനിനോട് പറഞ്ഞു, എടാ നീ ദുനിയാവിൽ വെച്ചല്ലേ ഞങ്ങളെ ചെയ്യാൻ പറ്റുകയുള്ളൂ, ഞങ്ങളെ ഉപദ്രവിക്കാൻ പറ്റുകയുള്ളൂ. കൂടിപ്പോയാ നീ ഞങ്ങളെ കൊന്നുകളയും. പക്ഷേ നിനക്ക് അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ചിട്ട് നാളെ പരലോകത്ത് വെച്ചിട്ട് നിനക്കൊന്നും ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ഈ പറയാനുള്ള ധൈര്യം എവിടെ നിന്നാണ് കിട്ടിയത്? ഫിർഔനിന്റെ മുഖത്ത് നോക്കി പറയാനുള്ള ചങ്കൂറ്റം എവിടെ നിന്നാണ് കിട്ടിയത്? ഇത് തന്നെയാണ് അള്ളയും പറഞ്ഞത്. അള്ളാനെ മനസ്സിലാക്കേണ്ടതുപോലെ ഏതെങ്കിലും ഒരു മനുഷ്യനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവന്റെ ഹൃദയത്തിന്റെ അകത്ത് പടച്ച റബ്ബ് കേറിയാ പിന്നെ അവൻ അല്ലാഹുവെ അല്ലാതെ മറ്റൊരാളെയും പേടിയില്ല.